യാന എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത്. യാനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഒരു വലിയ കേവ്സ് ആണുള്ളത്. ലൈം സ്റ്റോൺസിൻ്റെ 2 വലിയ കേവ്സുകളാണുള്ളത്. അപ്പോൾ നമ്മൾ യാനയിലേക്ക് വരുന്നവർ പിന്നെ നമ്മുടെ ഗോവ റൂട്ടിൽ ഏകദേശം കുംട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് സിരിസിയിലേക്ക് പോകുന്ന ഒരു വഴിയിലാണ് ഈ യാന എന്നുള്ളത്. സിരിസിയിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഫോറസ്റ്റിൻ്റെ അകത്തേക്കാണ് ഇത് വരേണ്ടത്. വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ 2 റോക്കുകളാണുള്ളത്. അപ്പോൾ യാനനെ കുറിച്ചുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഉണ്ട്. ശരിക്കും 2 റോക്കുകളാണുള്ളത്. അതിൽ ഒരു റോക്കിൻ്റെ പേര് ഭൈരവേശ്വര ശിഖര എന്നാണ്. അത് ഏകദേശം 120 മീറ്ററോളം ഹൈറ്റിലാണുള്ളത്. അതുപോലെ സെക്കൻഡിലുള്ള ചെറിയൊരു റോക്ക് മോഹിനി ശിഖര, അത് ഏകദേശം ഒരു 90 മീറ്റേഴ്സിലാണുള്ളത്. അപ്പം നമ്മളിവിടെ ഈ പോയിന്റ് വന്ന് വെഹിക്കിൾ പാർക്കിംഗ് ചാർജ് ഒരു 40 റുപ്പീസ് ഉണ്ട്. അതുപോലെ 10 റുപ്പീസ് പെർ ഹെഡ് നമുക്ക് വേറൊരു ഫോറസ്റ്റിൻ്റെ ഒരു ചാർജുണ്ട്. അതെടുത്തിട്ടാണ് നമ്മൾ അകത്തേക്ക് പോകേണ്ടത്. പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറേ നടക്കാണ്ട്, ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നടക്കണം. കുറേ സ്റ്റെപ്പുകളുണ്ട് കയറാൻ വേണ്ടി. കയറിക്കഴിഞ്ഞാൽ അതിമനോഹരമായൊരു 2 റോക്കുകളാണ്. അപ്പോൾ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്കൊന്ന് യാനയിലേക്ക് പോകാം. യാന എന്നാണ് ഈ റോക്കിൻ്റെ പേര്, യാന റോക്ക്. അതായത് ഈ വില്ലേജാണ് യാന എന്ന് പറയുന്ന വില്ലേജ്. ആ വില്ലേജിലുള്ള 2 റോക്കിനാണ് യാന റോക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി റോക്കിൻ്റെ അടുത്തേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അവിടെ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പിന്നെ ഇതിലേക്ക് നമ്മുടെ കേവിലേക്ക് നടക്കണം. ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്, ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ ഫെബ്രുവരിയിലാണ് ഉള്ളത്. ഫെബ്രുവരി ആയതുകൊണ്ട് ഇതിലൂടെ ഈ റോഡിലൂടെ നടക്കാൻ പറ്റും. മറിച്ച് നിങ്ങൾ മഴക്കാലത്താണെങ്കിൽ ആകെ സ്ലിപ്പറി ആയിരിക്കും. ഫുള്ള് വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ ഫോറസ്റ്റാണ്, റിസർവ് ഫോറസ്റ്റ് ആണല്ലോ. ഫ്രണ്ട്സ്, ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെ
യാന ടെമ്പിൾ. ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസും അടിപൊളി ഒരു വ്യായാമമുള്ള സംഗതിയാണ്. ഏകദേശം കാർ പാർക്ക് ചെയ്ത അടുത്തുനിന്ന് ഫോറസ്റ്റിൻ്റെ അകത്തോട്ടെ ഒരു 1.5 കിലോമീറ്റർ നമ്മൾ നടക്കണം. അപ്പോൾ അതിൽ കുറച്ച് ഭാഗം നമുക്കിതേപോലെ നല്ല സ്റ്റെപ്പ് കയറിയിട്ട് മേലെ കയറണം. അപ്പോൾ മുട്ടുവേദനയുള്ളവരൊക്കെ ഇവിടെ വരാതിരിക്കലാണ് ഏറ്റവും നല്ലത്. എന്താണെന്ന് വെച്ചാൽ മുട്ടുവേദന കൊണ്ട് ബുദ്ധിമുട്ടും